ശശി ടെന്നീസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ വർഷങ്ങൾക്ക് മുൻപ് സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഉപകരണം വളരെ ഉപകാരപ്രദമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേപ്പറ്റി അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുവാനാണ്. ഇത് കുറേ ഉപകരണം എന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഞാൻ തന്നെ അതിന് പേരിട്ടിരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡോർ അലാറം എന്നാണ്. ഇതിനെപ്പറ്റി ഞാൻ മുൻപിൽ ചെയ്ത വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അലാറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. പിന്നെ ഒരു ശബ്ദമുണ്ടാക്കുന്ന ഒരു സർക്യൂട്ട് അതിൽ പിടിപ്പിച്ചിരിക്കുന്നു. ശബ്ദമുണ്ടാക്കുന്ന സർക്യൂട്ടും ഒരു സ്പീക്കറും പിന്നെ ഒരു ലൈറ്റ്നിങ് സർക്യൂട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു ബോക്സിൽ ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ള എല്ലാം കൂടി അസംബിൾ ചെയ്ത് വെച്ചിരുന്നു. ഇതൊക്കെ ഞാനിപ്പോൾ കഴിച്ച് മാറ്റി കുറേയായി. ഇതിലൊന്നും കുറേ വിഷമങ്ങളെല്ലാം വന്നതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഡോർ അലാറം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കുലുക്കം ഡോർ ഇപ്പോൾ സാധാരണ രാത്രിയായാലും പകലായാലും ചില ഡോറുകൾ പകലും അടച്ചിടും, ചില ഡോറുകൾ രാത്രി മാത്രം അടച്ചിടും. അങ്ങനെ പലതരം ഡോറുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഡോറ് തുറക്കുന്ന ഭാഗത്ത് ഒരു പ്രത്യേക രീതിയിലാണ് ഇത് പിടിപ്പിക്കേണ്ടത്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയുന്നില്ല, ഇന്നോവേറ്റ് ചെയ്ത ഇലക്ട്രോ മാഗ്നറ്റിക് ഡോർ അലാറം. ഇതിന് വലിയ ഉൽപ്പാദന ചെലവ് വലുതായിട്ടൊന്നുമില്ല. പരമാവധി വന്നാൽ ഒരു 300 രൂപ കൊണ്ട് ഉണ്ടാക്കാം. ഞാൻ ഈ ഉപകരണം ഉണ്ടാക്കിയതിന് ശേഷം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2008 ആ സമയത്ത് ഇതിൻ്റെ പേറ്റൻറ്റ് കിട്ടുവാൻ വേണ്ടി അസിസ്റ്റൻറ്റ് പേറ്റൻറ്റ് ഓഫീസ് മദ്രാസിലേക്ക് ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കുറേ പണം ചിലവായി അയച്ചു കൊടുത്തു. പക്ഷേങ്കിൽ അവരിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു മറുപടി വന്നില്ല. 2 വരി അതിന് മറുപടിയായി വന്നു. അപ്പോൾ ഞാൻ അവിടത്തേക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അവിടെയുള്ള ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഏജൻസികൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വരൂ, ഞങ്ങൾ റൂം എടുത്ത് തരാം, അങ്ങനെയാക്കി തരാം, ഇങ്ങനെയാക്കി തരാം. പക്ഷെ എന്താണ് അവരുദ്ദേശിക്കുന്നത്? വലിയൊരു പണം ഞാൻ കരുതണം. അതാണ്. ചിലപ്പോൾ പണം കരുതുന്ന മാത്രമല്ല, ഞാനിപ്പോൾ തനിച്ചാൽ പോയെങ്കിൽ എൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വിട്ടു. വർഷങ്ങളായി ഞാൻ എൻ്റെ ഡോറിൽ അത് ഉപയോഗിച്ചു. ഇപ്പോൾ അതൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഡോറിൽ നിന്ന് കഴിച്ചെടുത്തു. പിന്നെ എനിക്കത് വീണ്ടും അസംബിൾ ചെയ്യാൻ കൂടിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്ത അന്ന് പേറ്റൻ്റ് ഓഫീസിൽ അയച്ചു കൊടുത്ത അതിൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ കണ്ടുപിടുത്തമുള്ള ഭാഗത്തിൻ്റെ ഡയഗ്രം ഞാൻ അടുത്ത വീഡിയോയിൽ അയക്കുന്നതാണ്. പിന്നെ ഈ കാര്യത്തിൽ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുവാണെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞാൻ സാധാരണ കുറേ നാളുകളായി പാട്ടുകളാണ് പാടിക്കൊണ്ടിരുന്നത്. പാട്ടുകൾ പാടിയപ്പോൾ പല അഭിപ്രായങ്ങളുണ്ട്. നല്ല പാട്ടാണ്, പക്ഷേങ്കിൽ വളരെ ആളുകളെ പരിഹസിക്കുന്ന വിധത്തിൽ ഒരു പരാമർശം ഒരാളുടെ ഭാഗത്തുണ്ടായി. അതിന് ഞാൻ മറുപടിയും കൊടുത്തു. പിന്നെ അങ്ങനത്തെ ആളുകളോട് സമയം കളയണമെന്ന് തോന്നില്ല. ഏതായാലും ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയത്, ഒരാളും പേറ്റൻ്റ് കോപ്പിറൈറ്റ് ക്ലെയിമിനൊന്നും വരില്ല. കാരണം ഞാൻ അത് പേറ്റൻ്റ് ഓഫീസിലേക്ക് അതിൻ്റെ അയച്ചു. അത് അവരുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ചതാണ്. ചെറിയൊരു സാധനമാണ്, എങ്കിലും ഞാൻ തന്നെ അതിനെ കുറച്ച് കാണുന്നില്ല. കുറേ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുത്തത്. അപ്പോൾ അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചൊക്കെ മെനക്കെടുവാൻ തയ്യാറാവുന്നവർ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി, എന്നെ വിളിക്കുക.
അപ്പോൾ ഞാൻ അതിൻ്റെ ആദ്യം ഡയഗ്രാം തരും. പിന്നെ കുറച്ച് സമയമെടുക്കും, കാരണം എനിക്ക് കാര്യമൊക്കെ സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തനിച്ചാണ്, ഒരു സപ്പോർട്ട് ആരുമില്ല, എല്ലാം ഒറ്റയ്ക്കാണ്. ഞാനതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി ഞാനത് പ്രദർശിപ്പിച്ച് തരുന്നതാണ്. മോഡലെല്ലാം ഉണ്ടാക്കി എല്ലാം ചെയ്തത് ഒരു ACB എന്ന് പറഞ്ഞിട്ടൊരു ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ എന്ന അവർ വന്നിട്ടെല്ലാം എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ആരും വലിയ കാര്യത്തിലെടുത്തില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുൻപായി ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഇലക്ട്രോമാഗ്നറ്റിക് ഡോർ അലാറം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴെല്ലാം വാതിൽ തുറന്നാൽ മാത്രം അടിക്കുന്ന അലാറത്തിനെ പറ്റി. പക്ഷേ എൻ്റെ അലാറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാതിൽ തുറക്കേണ്ട, ഒരു കുലുക്കം, നല്ലൊരു കുലുക്കം, ചെറിയ പൂച്ചൻ തട്ടകൾ അടിക്കില്ല, നല്ലൊരു കുലുക്കം കിട്ടിയാൽ അതിൽ വെച്ചിട്ടുള്ളൊരു പെൻഡുലം മോഡൽ കോണ്ടാക്റ്റ് ഇതായി അതുവഴി ഒരു റിലേ വഴി, ഇലക്ട്രോമാഗ്നറ്റ് റിലേ വഴി അത് ഒരു സെമി പെർമനൻ്റ് കോണ്ടാക്റ്റായി മാറി ആ കോണ്ടാക്റ്റിലെ കൂടിയാണ് ഇത് കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുക. ഞാൻ ITIൽ 1976 റേഡിയോ മെക്കാനിസം പാസ്സായ ആളാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നും ഞാൻ പബ്ലിക്കായിട്ട് വെച്ചിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ഈ കണ്ടുപിടുത്തം പാറ്റൻ്റ് ഓഫീസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചതാണ്. എന്നിട്ട് എന്നെ ഒരു ഏജൻസി വിളിക്കുകയും ചെയ്തു. വലിയൊരു എമൗണ്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പാറ്റൻ്റ് എടുത്തു തരാം. ഇതൊന്നും എവിടെ പോകാനായി ഇത്രയും വലിയ എമൗണ്ടെല്ലാം കൊടുക്കുവാൻ. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്നു. അപ്പോൾ ഇപ്പോഴൊന്ന് തോന്നി, ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 100 രൂപ 200 രൂപ മുതൽ എത്രയും രൂപയും ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഡോർ അലാറത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ ഒരു കണ്ടെത്തൽ. ഇതിനെ വേണ്ടിക്കൽ ട്രെയിൻ സേഫ്റ്റി അലാറം, അതായത് ഇപ്പോൾ നമ്മൾ ട്രെയിൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ, അല്ലെങ്കിൽ അസ്വസ്ഥത വന്നാൽ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചങ്ങല വലിച്ചിട്ടാണ് വണ്ടി നിർത്തുന്നത്. ചങ്ങല വലിച്ചാൽ വണ്ടി നിൽക്കും. ഞാനൊരിക്കലും അനുഭവം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തലശ്ശേരി കോഴിക്കോട് റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇതേപോലെ എന്തൊരു പ്രശ്നം വന്നു, വലിച്ചപ്പോൾ ചങ്ങല ഇങ്ങ് കൈപ്പോന്നു. കാരണം ചില പഴയ ചങ്ങല അതുകൊണ്ടല്ല, ചങ്ങലയും വരുന്നില്ല. എന്നിട്ട് വേറെ സ്ഥലത്ത് പോയി വലിച്ചവരാണ് ട്രെയിനിൽ നിന്നത്. അപ്പോൾ ഇത് അങ്ങനെ വേണ്ട, ഒരു പ്രസ്സിങ് സ്വിച്ച് അമർത്തിയാൽ മതി. അങ്ങനെ പല അതിലേക്കും നീങ്ങാം. പക്ഷേ ഇതെല്ലാം പിന്നീട്, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഡോർ അലാറം. അതിൽ താല്പര്യമുള്ളവർ എന്നെ സമീപിക്കുക. അതിൻ്റെ അല്ലെങ്കിലും താല്പര്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിൻ്റെ ഏകദേശം ഈ വർക്കിങ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ സമീപിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട്, ഇത്രയും നല്ല കാര്യം ഞാൻ വളരെ നോക്കി. ഇങ്ങനെ ഉള്ളൊരു പല മോഷണങ്ങളും മറ്റേതും ഭവനവേദനകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതൊന്നും ശരിക്കും ആളുകൾ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ ചൈനയുടെ പോലത്തെ സാധനമല്ല, ഇത് വേണ്ടിക്ക് റിപ്പയർ ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ വേണം. റിലേ വേണം, പിന്നെ ഒരു സൗണ്ടിങ് സർക്യൂട്ട് വേണം. പിന്നെ അപ്പം ഞാൻ ഉണ്ടാക്കിയ സൗണ്ടിങ് സർക്യൂട്ട് അത്ര സൗണ്ട് ഇല്ലാത്തതായിരുന്നു. ഇപ്പോൾ ഞാനിട്ട് അതിന് വേറൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടിയിണക്കി വേണം ഇനി കുറച്ചും കൂടെ നല്ല ശബ്ദമുള്ള ഒരു അലാറം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഒന്നുകൂടെ എക്സിബിറ്റ് ചെയ്യുന്നതാണ്. ഈ വിഷയത്തിൽ ഇതിനെ വേറെയും പല ഗുണങ്ങളുണ്ട്. നമുക്ക് ഈ ഭൂമി കുലുക്കം പോലത്തെ സമയത്തൊക്കെ വേണ്ടിക്കൽ ഇതിനെ ഉപയോഗിക്കാം. പക്ഷേ ഭൂമി കുലുങ്ങിയതിന് ശേഷം അടിച്ചിട്ട് കാര്യമില്ല എന്നാണ് എല്ലാവർക്കും പറയുന്നത്. ശരിയാണ്. പക്ഷേ ഇതിനെ നെറ്റ്വർക്കെല്ലാം ഉപയോഗിച്ചിട്ട് കുറേ വയറെല്ലാം വേണം. വയറും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കണ്ടുപിടുത്തം ആയിട്ട് ഇതിനെപ്പറ്റി ഗവേഷണം നടക്കുന്നവർക്ക് ജിയോളജി വകുപ്പിനെല്ലാം വേണ്ടിക്കൽ ഉപയോഗിക്കാം. കാരണം അതെല്ലാം പറഞ്ഞിട്ട് അലാറം ഇട്ടിരുന്നതായിരിക്കും. വീഡിയോ ഇട്ടിരുന്നു. വീഡിയോ അല്ല, അന്ന് ഞാൻ ഇതേപോലെ യൂട്യൂബിലൊന്നും വരുന്നതല്ല. അന്ന് എൻ്റെ ഒരു ACB എന്ന് പറഞ്ഞ കേബിൾ വിഷൻകാർ വന്നിട്ട് എടുത്ത നല്ലൊരു വീഡിയോ, ഒരു വാർത്തയിലാണ് അത് കൊടുത്തത്. അതിൻ്റെ കാസറ്റ് എൻ്റെ കൈവശമുണ്ട്. പക്ഷേ അത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക.
ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുള്ളൂ. അത് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. ഇതിൻ്റെ ഊർജ്ജം ഇത് വർക്ക് ചെയ്യാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് സാധാരണ ടോയ് ബാറ്ററി ഉണ്ടല്ലോ, 9 വോൾട്ട് ബാറ്ററി, അത് ഒന്ന് ഉപയോഗിച്ച് ശരിയാവില്ല, 2 പാരലായി ഉപയോഗിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് കോൺടാക്റ്റ് മീ if you perfectly interested in this matter. Okay. Thank you to all of you. എല്ലാവർക്കും നന്ദി, നമസ്കാരം.